നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ജർമ്മനി ഇന്ന് തങ്ങളുടെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിന് ഇറങ്ങിയാണ്. ലാറ്റിൻ അമേരിക്കൻ ടീമായ പരാഗ്വയാണ് എതിരാളികൾ. ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിനോട് അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. ജൂലിയൻ നെഗൽസ്മൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഡു ഓർ ഡൈ മാച്ചാണ്. ബോയ്സ് എല്ലാവരും അവരുടെ ഗെയിം, അതായത് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഗെയിം പുറത്തെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പേഷ്യൻ്റായിട്ട് ഗെയിമിനെ കാണേണ്ടതുണ്ട്. പരാഗ്വേ എന്ന് പറയുന്ന ടീം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ്. അവർ വളരെ കോമ്പാക്റ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യും. സോ അവർക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഫിസിക്കലി വളരെ മികച്ച ഒരു ടീമും കൂടിയാണ് അവർ. സോ നമുക്ക് പെർഫെക്റ്റ് പെർഫോമൻസ് പുറത്തെടുത്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഏതായാലും നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്. വി ഓൾ വാണ്ട് ടു ഡു ഇറ്റ് ബെറ്റർ ദാൻ വി ഡിഡ് അഗെയിൻസ്റ്റ് ഇക്വഡോർ. ഇക്വഡോറിനെതിരെ ചെയ്തതിനേക്കാൾ മികച്ച പ്രകടനം നടത്തണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും ജർമ്മനിക്കെതിരെ നല്ല വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം ഗ്യാരി ലിനേക്കറൊക്കെ പറഞ്ഞു സമീപകാലത്ത് ഞാൻ കണ്ട ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ജർമ്മൻ ടീമാണിത് എന്ന്. അപ്പോൾ കോച്ചിനെതിരെയും വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ ഇന്ന് വിജയിച്ചേ പറ്റൂ. വിജയിച്ചവർ മുന്നോട്ട് പോയാലൊരു പക്ഷേ ഫ്രാൻസിനെതിരെയൊക്കെ മുന്നോട്ടുള്ള പോക്കിൽ നേരിടേണ്ടി വരും. അതെന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. പരാഗ്വേ എന്തായാലും ഈ വേൾഡ് കപ്പിൽ അധികം ഗോൾ അടിക്കാത്ത ടീമാണ്. കളിച്ച 3 കളികളിൽ 2 ഗോളുകളാണ് അവർ നേടിയതെന്ന കാര്യം ഓർക്കുക. ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനായിരിക്കും പരാഗ്വേ ശ്രമിക്കുക. 2 ടീമിൻ്റെയും സാധ്യത 11 നമ്മൾ നോക്കുകയാണ്. ജർമ്മൻ മാധ്യമം ബിൽഡ് നൽകുന്ന വിവരപ്രകാരം ജർമ്മനിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ മാനുവൽ ന്യൂയർ, ജൊനാഥൻ ടാ, റൂഡിഗർ, കിമ്മിച്ച്, ബ്രൗൺ എന്നിവർ ഡിഫൻസിലും ഗോൾ കീപ്പറായിട്ടും ഉണ്ടാവും. മധ്യനിരയിലേക്ക് എൻമേച്ചയും അതുപോലെ പൗലോവിച്ചും, പിന്നെ മുന്നേറ്റത്തിൽ സനെ, മുസിയാല, വേർഡ്സ്, കായ് ഹാവേർട്സ് എന്നിവരെ പ്രതീക്ഷിക്കുന്നു. അതേസമയം മറുഭാഗത്ത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ളൊരു ശ്രമം നമ്മൾ പ്രതീക്ഷിക്കുന്നു പരാഗ്വയുടെ ഭാഗത്ത് നിന്ന്. അവരുടെ ടീമിൽ ഗുസ്താവോ അൽഫാരോ, അതായത് ആ അർജൻറ്റൈൻ കോച്ച് ഏത് രൂപത്തിൽ ടീമിനെ ഇറക്കും അതാണ് അറിയേണ്ടത്. ഗോൾ കീപ്പറായിട്ട് ഓർലാൻഡോ ഗില്ല്, പിന്നെ മറ്റു താരങ്ങൾ ഹുലിയൻ കസേറസ്, ഗുസ്താവോ ഗോമസ്, ഒമർ ആൽഡ്രേറ്റെ, ഗുസ്താവോ വലാസ്കസ്, അലക്സാൻഡ്രോ മൈഡാന. ഇങ്ങനെ അവർ ഒരു ശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് ഒരുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആൻഡ്രസ് ക്യുബാസും ഡിയേഗോ ഗോമസും മാറ്റിയസ് ഗലാർസയും അവരുടെ മധ്യനിരയിലൊക്കെ ആയിട്ടുണ്ടാകും. പിന്നെ ഹൂലിയോ എൻസിസോ, ഗബ്രിയൽ അവലോസ് എന്നിവർ ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല രൂപത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പരാഗ്വേ പോകാനുള്ള സാധ്യതയുണ്ട്. അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. ജർമ്മനി വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അപ്പം അതുകൊണ്ട് നല്ല രൂപത്തിൽ ഒരു ഭാഗത്ത് ഡിഫെൻഡ് ചെയ്യുന്നു, മറുഭാഗത്ത് അത് പൊളിക്കാനുള്ള ശ്രമം. ജർമ്മനി വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.